സിരോഹി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ബോഡി ബിൽഡർ എന്നാണ് ഇവനെ അറിയപ്പെടുന്നത്. പർപ്പസരി ആടെന്ന് പറയുന്ന ആടിനെ വെച്ച് ബ്രീഡ് ചെയ്തെടുത്ത ആടുകളാണ് ഇവന്മാര്. പർപ്പസരി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പാൽക്കാരി എന്നാണ് പർപ്പസരി ആടിനെ അറിയപ്പെടുന്നത്. ഞാൻ സന്തോഷം, നമ്മുടെ യൂട്യൂബ് ചാനലിൽ എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കുറച്ചിനം ആടുകളാണ്. അതായത് ഇന്ന് സർവ്വസാധാരണമായി മാർക്കറ്റ് കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ബീറ്റൽ, യമുന പ്യാരി, അതിലെന്താ കുറച്ച് വെറൈറ്റി ആടുകളാണ്. സാധാരണ എല്ലാ കർഷകർക്കും സംഭവിക്കുന്ന ഒരു കുഴപ്പമുണ്ട്. നമുക്ക് നല്ല ഇനം ആടുകളെ നോക്കിയെടുക്കാൻ അറിയാതെ വരും. അപ്പോൾ ഒരാടിനെ വാങ്ങുമ്പോൾ നമ്മളത് എങ്ങനെയാണ് ആടുകളെ സെലക്ട് ചെയ്യേണ്ടത്, അതിൻ്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ ചെവിയാണോ, കൊമ്പാണോ, അതെയോ അതിൻ്റെ നടുനീളമാണോ, വാലാണോ, പല ആൾക്കാരും പല രീതിയിലാണെന്ന് പറയും. ഇന്ന് അങ്ങനെയല്ല, നമ്മൾ ഓരോ ആടിനെയും കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇതാ ചെവി, ഇങ്ങനത്തെ ചെവിയുള്ള ആട് ക്രോസ് ആടാണ്, ഒറിജിനൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും. ഇനി ഒരു ആടിനെ എടുക്കുന്ന കർഷകൻ പറ്റിക്കപ്പെടരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒറിജിനൽ ആടുകളെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. ഇതിനുവേണ്ടി നമ്മൾ ഇന്ന് പോകുന്നത് എഴുകും വയലിലുള്ള ഒരു വിൽസൺ ചേട്ടനാണ് ഇതിനെപ്പറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പലതരം ആടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോന്നിനെയും ഇറക്കി അദ്ദേഹം നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ വിൽസൺ ചേട്ടൻ. ഇതാണ് വിൽസൺ ചേട്ടൻ്റെ ആട് കൃഷിയിലെ പുലിക്കുട്ടി. അപ്പോൾ നമ്മളെ ഇവിടെ കാണുമ്പോൾ തന്നെ പരിചയപ്പെടാൻ നിൽക്കുന്നത് ഇത് ബീറ്റൽ അമർശ്രീ ആണെന്ന് അറിയപ്പെടാറുണ്ട്. ഇത് നമ്മൾ ഇടിക്കൂട്ടാ ഇല്ല, സ്വഭാവത്തിൽ വളരെ ശാന്തനും കാഴ്ചയിൽ അതിഭീകരനുമാണ് ബീറ്റൽ എന്ന് പറഞ്ഞ ആടുകൾ. അവരുടെ പ്രത്യേകത വളരെ വ്യത്യസ്തതയുള്ള ആടുകളാണ്. ആടുകളിൽ കുതിര എന്നാണ് ബീറ്റലിനെ അറിയപ്പെടുന്നത്. ആടുകളിൽ കുതിര. അപ്പൊ അവർക്ക് ആ ഒരു ലുക്ക് തന്നെ ഉണ്ടാവണം. ഇത് ഉണ്ട് കേട്ടോ, ഒരു ലുക്ക് ഉണ്ട്. ഭയങ്കര കളിയാണ് അയാള്. അവൻ ഉപദ്രവിക്കത്തില്ല, അവന് വളരെ ശാന്തനാണ്. പക്ഷേ ഇത് കുതിര ഓടിപ്പോതെ. അവന്റെ 2-3 സവിശേഷതകളെ കുറിച്ച് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇതിനെങ്ങനെ ആക്ച്വലി ഇത് ചേട്ടൻ ഇപ്പം ബീറ്റിലാന്ന് പറഞ്ഞു. ഈ ബീറ്റിലാടിനെ എങ്ങനെ തിരിച്ചറിയാം? ബീറ്റിലാടുകളെ തരംതിരിച്ചറിയാൻ 2-3 ലക്ഷണങ്ങളാണ് ഒന്നുള്ളത്. ഒന്ന്, ഓവർ റോമൻ മുക്ക് വരില്ല, എങ്കിലും ആവറേജ് റോമൻ മൂക്ക് വരും. ജമുനാപ്പാരിയെ പോലെ ഓവർ റോമൻ മൂക്കല്ല, ആവറേജ് റോമൻ മൂക്ക്. താടെ ഉണ്ടാവും. അതെ, താടെ ഉണ്ടാവും. ഇയർ ലെങ്ത്, ചെവിയോട് ചേർന്ന് പറ്റിച്ചേർന്ന്, തലയോട് പറ്റിച്ചേർന്ന കൊമ്പ്. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയിൽ ഒന്നാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, മെയിൻ ഘടകമാണ്. ചെവിയെ തലയോട് പറ്റിച്ചേർന്നായിരിക്കും ബീറ്റലിൻ്റെ കൊമ്പ്. ഒരു കാരണവശാലും പുറകോട്ട് പാര പോലെ നേരെ നിൽക്കുന്നത് ബീറ്റൽ ഒറിജിനൽ കൊമ്പ് ഇങ്ങനെ കൂർത്ത് വരത്തില്ല. അത് മലബാർ ക്രോസ് ആണെങ്കിൽ മാത്രമേ അങ്ങനെ വരുള്ളൂ. കൂർത്ത് നിൽക്കും, പറ്റിച്ചേർന്ന കൊമ്പ്. അതുപോലെ തന്നെ പറ്റ് രോമം, നൈസ്, തീരെ നൈസ് രോമം. വാലിന് നല്ല നീളം. അതുപോലെ അവരുടെ ബാക്ക് സൈഡുകൾ എന്ന് പറഞ്ഞാൽ ബ്രീഡിങ്ങിന് നിർത്തുന്ന മുട്ടന്മാർക്കെന്ന് പറഞ്ഞാൽ അവരുടെ ബാക്ക് സൈഡ് എന്ന് പറയുമ്പോൾ വലിയ പ്രത്യേകതകളുണ്ട്. അത് കവരം തിരിച്ചിരിക്കും അവരുടെ ബാക്ക് സൈഡ്. അപ്പോൾ അവർക്ക് നല്ല ഹൈറ്റ് ഉണ്ടാവും, ന്യായമായ ഇടനീളം ഉണ്ടാവും, എല്ലാ ലക്ഷണവും ഉണ്ടാവും. അതുപോലെ തന്നെ ബീറ്റലിനെ കുറിച്ച് മറ്റ് പല ഫാമുകാരും ഇപ്പോൾ പറയുന്നത് ഞാൻ പല വ്യക്തികളും ചോദിക്കാറുണ്ട്. ബീറ്റൽ ആടുകൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട്, ചേട്ടൻ വെള്ളക്കണ്ണാണോ എന്ന് ചോദിക്കും. വെള്ളിക്കണ്ണാണോ എന്ന് ചോദിക്കും. കണ്ണുകൾക്ക് വെള്ള. സത്യത്തിൽ ഇത് വെള്ളക്കണ്ണാണ്, പക്ഷെ വെള്ളക്കണ്ണ് വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇവന്റെ എൻ്റെ കൂട്ടിലുണ്ടായ കുട്ടിയാണ്. ഇതിന്റെ അപ്പനെ ഞാൻ പഞ്ചാബിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോ അതിന് കറുത്ത കണ്ണായിരുന്നു. പക്ഷെ കറുത്ത കണ്ണുള്ള ആടിന് വീണ്ടും വെള്ള കണ്ണുള്ള ആടിനെ ആയിരുന്നു ബ്രീഡ് ചെയ്തത്. പക്ഷെ എന്തുകൊണ്ടോ ഇവന് വെള്ളക്കണ്ണ് കിട്ടി. വെള്ളക്കണ്ണുള്ള പെണ്ണാടുകളും വെള്ളക്കണ്ണുള്ള മുട്ടനും ബ്രീഡ് ചെയ്താലും കറുത്ത കണ്ണുള്ള ആടുകൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും കണ്ണിലല്ല പ്രാധാന്യം. ആടിനെ വാങ്ങുന്ന കർഷകർ വെള്ള കണ്ണല്ല ശ്രദ്ധിക്കേണ്ടത്, ആടിന്റെ ക്വാളിറ്റിയാണ് ശ്രദ്ധിക്കേണ്ടത്. അതെ, പിന്നെ ബോഡി വെയിറ്റ് 123 കിലോ ബോഡി വെയിറ്റ് ആണ് നിൽക്കുന്നത്. 46 ഇഞ്ച് ഹൈറ്റ്, അത്ര ഹൈറ്റും ഉണ്ട്. അതാണ് ഇവന്റെ പ്രത്യേകത. ഇവനിപ്പോൾ നമുക്ക് പല ആൾക്കാരും പറയാറുണ്ട്, മുട്ടന്മാരെ ബ്രീഡിങ് നടത്തും, മുട്ടന്മാരെ 2 വർഷം കഴിയുമ്പോൾ മാറണമെന്ന് പറയാറുണ്ട്. ഇൻബ്രീഡിങ് വരുന്നത് കൊണ്ടാണ് 2 വർഷം കഴിയുമ്പോൾ മാറണമെന്ന് പറയുന്നത്. നമ്മൾ 5 വർഷം വരെയാണ് മുട്ടന്മാരെ, നല്ല ഹെൽത്തിയായ മുട്ടന്മാരെ കൂട്ടിൽ നടത്തുന്നത്. ഇൻബ്രീഡിങ് വരത്തില്ല. അതിന്റെ തെളിവാണ് എനിക്ക് 2 ബീറ്റലിന്റെ മുട്ട ഉണ്ടാവും. കൊണ്ടുവന്ന പോലെ അവര്
ഇൻബ്രീഡിങ് വരാൻ 2 മുട്ടന്മാരാണ് നമ്മുടെ ഫാമില്. ഇതിന്റെ സണ്ണാണ് വരുന്നതെങ്കിൽ നമ്മൾ ഈ മുട്ടനെ കൊണ്ടും അതെ മാറി മാറി ക്രോസ് ചെയ്യും. അതെ, അങ്ങനെ വളർത്തി നിർത്തുമ്പോൾ നമുക്ക് 5 വർഷം വരെ ഒരാടിനെ നമുക്ക് വളർത്താൻ പറ്റും. ഇതാ വരുന്നു, അവന് 1.5 വയസ്സ് പ്രായം, 4 പല്ല്, 4ാമത്തെ പല്ല് മുളച്ചു. ഇല്ല ഇല്ല, അവിടെ കെട്ടിച്ച മോനെ, അവിടോട്ട് കെട്ടിച്ച മോനെ. ഇവന്മാർ തങ്ങൾ നേരിട്ട് കണ്ടാൽ യുദ്ധം ചെയ്യും. ആരാണ് വലിയവനെന്ന് അവർക്ക് അറിയിക്കാൻ വേണ്ടി അങ്ങനെ ഒരു സ്കീം ഉണ്ടാവും. ഇവർ ആരാണ് വലുത് അവർക്ക് തെളിയിക്കണമല്ലോ, അതിനുള്ള കരുത്ത് അവർ കാണിക്കും. ആടുകൾ ക്ഷേമന്മാർ തന്നെയാണ്. ഇന്ന് അറിയപ്പെടുന്നതില് ആടുകളിലെ കുതിര എന്നറിയപ്പെടുന്ന ആടാണ് ബീറ്റൽ. ആടുകളിലെ കുതിര എന്നറിയപ്പെടുന്ന ആടാണ് ബീറ്റൽ. അതെ, ബീറ്റലിന്റെ ഫീമെയിലിനെ നമ്മളിവിടെ ക്രോസിങ്ങിന് 500 രൂപയാണ് വാങ്ങുന്നത്. ഇനി എന്നെ ഫീമെയിൽ നമുക്ക് കൊണ്ടുവരാം. കണ്ണുകൾക്ക് അപ്പോൾ ഈ വൈറ്റ് ബ്ലാക്ക് ഒരു കളർ ഒരു പ്രശ്നമല്ല, കണ്ണുകളല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ട്. ബീറ്റൽ ആടുകൾക്ക് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്, അവരുടെ കണ്ണുകൾക്ക് വലിയൊരു പ്രാധാന്യതയുണ്ട്. ചതുരാകൃതിയിലായിരിക്കും അവരുടെ കണ്ണ് വരിക. ചതുരാകൃതി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിൽക്കടാ കുഞ്ഞാ അവിടെ. ചതുരാകൃതി കണ്ണ്, വെള്ളക്കണ്ണെന്നുള്ളതല്ല, അവരുടെ കണ്ണുകൾക്ക് മിഴി തുറന്ന കണ്ണ്, നല്ല വലിപ്പമുള്ള കണ്ണായിരിക്കും. മിഴി തുറന്ന കണ്ണ് ചതുരാകൃതിയിലായിരിക്കും. അത് അവരെ മനസ്സിലാക്കാൻ പറ്റും. അവരുടെ കണ്ണുകൾക്ക് നല്ല പ്രസരിപ്പ്, നല്ല വലിപ്പമുള്ള കണ്ണുകളായിരിക്കും. ബീറ്റലിന്റെ കുറച്ച് ആട്, അതായത് ഫീമെയിലുകളെ ഇറക്കിയിട്ടുണ്ട്. കടിഞ്ഞൂൽ കുട്ടികൾ. ഇത് സാധാരണ ആവറേജ് എന്നാ പാല് കിട്ടുന്നുണ്ട് ബീറ്റലിന്? ബീറ്റൽ ആടുകൾക്ക് 3 ലിറ്റർ വരെ പാല് കിട്ടുമെന്നാണ് പൊതുവിലുള്ള പറച്ചില്. 4 ലിറ്റർ കിട്ടിയവരുണ്ടെന്ന് പറയുന്നു. എന്റെ അനുഭവത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് 3 ലിറ്റർ വരെ പാല് കിട്ടിയ ആടുകളുണ്ട്. 3 ലിറ്റർ പാല് വരെ കിട്ടുന്നതാണ് ബീറ്റൽ ആടുകൾ. അതല്ലേ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിപ്പോ ചേട്ടൻ ഇവിടുന്ന് വിൽക്കാൻ, ഞാനിപ്പോ ആട് മേടിക്കാൻ പോവാ, അപ്പൊ എനിക്കൊരു ഒറിജിനൽ ബീറ്റൽ ഫീമെയിൽ ആടിനെ എങ്ങനെ തിരിച്ചറിയാം? ഒറിജിനൽ ആടുകളെ നമുക്ക് തിരിച്ചറിയുന്നത് 2-3 കാര്യങ്ങളുണ്ട്. ഇന്നോട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് ബീറ്റൽ മലബാർ ക്രോസ് ആടുകൾ എന്ന് പറയുന്ന ആടുകളുണ്ട്. ബീറ്റൽ മലബാർ ക്രോസ് ആടിനെ ബ്രീഡ് ചെയ്തപ്പോൾ സെക്കൻഡ് റൗണ്ട് ക്രോസ് ചെയ്തപ്പോൾ 2ാം റൗണ്ട് ക്രോസ് ചെയ്ത് വന്ന ആട്ടുകുട്ടിയാണ് ഇവള്. അതിന്റെ പ്രത്യേകത വിട്ടേ അവിടെ പ്രത്യേകത കണ്ടാൽ മനസ്സിലാവും. അതിന്റെ കൊമ്പിന്റെ ആകൃതി ഉണ്ടോ, മുന്നോട്ട് തെറിച്ച് മലബാറി ആടുകളുടെ കൊമ്പ് വരുന്ന മാതിരിയാണ് നിൽക്കുന്നത്. മുകളിലേക്ക് ഉയർന്ന കൊമ്പുകളാണ്. താഴേക്ക് വരും. പക്ഷേ എന്ന് കരുതി ഇവർക്ക് ക്വാളിറ്റിക്ക് ഒട്ടും കുറവില്ല. ഒറിജിനലിനേക്കാൾ ക്വാളിറ്റിയിലാണ് ഇവളുടെ വളർച്ച. കാരണം ഇപ്പോൾ 52 കിലോ ബോഡി വെയിറ്റ് ഉണ്ട് ഇവള്. 52-53 കിലോ വരെ ബോഡി വെയിറ്റ് ഉണ്ട് ഇവള്. പക്ഷെ പാൽപ്പല്ലെന്ന് പറയുമ്പോൾ 1 വയസ്സാകുമ്പോഴാണ് ആട്ടുകുട്ടികൾ പല്ല് പൊഴിക്കുക. അത് കാണിച്ചു തരാം. 1 വയസ്സായിട്ടില്ലെന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തലാണ്. ഇതുണ്ടോ, മിൽക്ക് പല്ല്, പാൽപ്പല്ലിൽ തന്നെ നിൽക്കുന്നു. അപ്പൊ മറ്റേ ആട്ടുകുട്ടിയെ കൊടുത്തോടെ, അത് പല്ലിന്റെ ലക്ഷണം അറിയാൻ പറ്റും. പല്ല് നോക്കി പ്രായം അറിയുന്ന ലക്ഷണം കാണിക്കുന്നതാണ്. ഇതാണ്ട് നോക്കിയോ, ഇവള് 1 വയസ്സ് കഴിഞ്ഞ് ഒറിജിനലാണ്. അവളുടെ പല്ല് പൊഴിച്ചത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ മനസ്സിലാക്കാം. ഇപ്പൊ നോക്ക്, കണ്ടോ, ഫ്രണ്ടിലത്തെ 2 പല്ല് ശ്രദ്ധിച്ചേ. 1 വയസ്സാകുമ്പോൾ പല്ല് പൊഴിക്കും. 1 വയസ്സ് കഴിഞ്ഞ ആട്ടുകുട്ടികളാണ് ഇവള്. ഇവളുടെ ലുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിപ്പോ 1 വയസ്സ് കഴിഞ്ഞു. അതിന്റെ പല്ല് കാണിച്ചു തരാം. ഇതുണ്ടോ, ഫ്രണ്ടിലത്തെ 2 പല്ല് പൊഴിച്ചു. 8 പല്ല് പൊഴിച്ചു വരുന്നവരാണ് ആടുകൾക്ക് വളർച്ച. 12 മാസം കഴിയുമ്പോൾ 12, 6, 18 മാസം വരെ 2 പല്ലായിരിക്കും. 18ാമത്തെ മാസത്തിൽ 4ാമത്തെ പല്ല് മുളച്ച് അത് 24 മാസം വരെ 4 പല്ല്. 24 മാസത്തിന് ശേഷം, അതായത് 2 വയസ്സ് ആകുമ്പോൾ 6ാമത്തെ പല്ല് മുളയ്ക്കും. അത് 2.5 വയസ്സ് വരെ 6 പല്ല്. 2.5 വയസ്സ് കഴിയുമ്പോൾ 8ാമത്തെ പല്ല് മുളയ്ക്കും. അത് 3 വയസ്സ് വരെ ആ രീതിയിലായിരിക്കും ആടുകളുടെ പ്രായത്തിൽ. പല്ല് നോക്കി മാത്രമാണ് നമ്മൾ ആടുകളെ അറിയുന്നത്. ഒരു കാരണവശാലും പ്രായം നിർണ്ണയിക്കാൻ പറ്റില്ല. കൊമ്പിൽ ഒരു കാരണവശാലും പ്രായം അറിയത്തില്ല. ഇപ്പൊ ബീറ്റൽ ആടുകളുടെ ലക്ഷണം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പറ്റ് രോമം, അവരുടെ ഇടനീളം, അവരുടെ കാമ്പ് ഷേപ്പ്, അവരുടെ കൊമ്പ്, അത്ര എല്ലാ ലക്ഷണങ്ങളും ഉള്ള ആട്ടുകുട്ടികളാണ് ഇത്. ഇതൊക്കെയാണ് നമ്മുടെ പേരൻഷൊക്കെ വെക്കുന്ന കുട്ടികളാണ്. പ്രായമുള്ള ആടുകളെ മാറ്റി ഒഴിവാക്കി പേരൻ സ്റ്റോക്ക് വരുന്നത് ഇതാ മാതിരിയുള്ള കുട്ടികളാണ് നമ്മൾ പേരൻ സ്റ്റോക്ക് വെക്കുന്നത്. ഉണ്ട്. ഇത്തരത്തിലുള്ള ആടുകളെ നമ്മളിവിടെ ഫാമിൽ തൂക്കി വയ്ക്കുന്നത് കിലോ 600 രൂപയ്ക്കാണ്.
കിലോ നമ്മളൊരു തൂക്കത്തില, അല്ലാതെ ഒരു കുട്ടിയുടെ വിലയല്ല. കുട്ടികളുടെ വിലയല്ല. കിലോ 600 രൂപ വിലയ്ക്കാണ് ബീറ്റൽ ആടുകളെ നമ്മൾ 600 രൂപ വിലയ്ക്ക് ബീറ്റൽ ആടുകളെ നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. കിലോ 600 രൂപ. അതാണ് സാധാരണ റേഞ്ച് ആണോ അത്? അതെ അതെ. എല്ലാ നമ്മൾ തൃശ്ശൂർ ഭാഗത്ത് കഴിഞ്ഞിടയ്ക്ക് ബീറ്റൽ ആടുകളെ സിരോഹി, പർപ്പശ്ശേരി എന്നിങ്ങനെ ആടുകളെ 350 രൂപയ്ക്ക് വിൽക്കുന്നത് പല യൂട്യൂബ് ചാനലുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു കർഷകനും വളർത്തി വലുതാക്കി 350 രൂപയ്ക്ക് വിറ്റാൽ മുതലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ കൊണ്ടുവന്ന് വിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു പക്ഷേ മുതലായിരുന്നിരിക്കാമായിരിക്കാം. അവർ അന്യ സംസ്ഥാനങ്ങളിൽ ആടുകളെ, മീറ്റിനുള്ള ആടുകളെ കൊണ്ടുവന്നിട്ടാണ് അങ്ങനെ തൂക്കി വിൽക്കുന്നത്, കൊണ്ടുവന്നാണ് വിൽക്കുന്നത്. അല്ലാതെ ഇതുപോലെ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഒരു വ്യക്തിക്ക് 350 രൂപയ്ക്ക് കൊണ്ട് വിൽക്കാൻ ഒരു കാരണവശാലും അവർക്ക് മുതലാകത്തില്ല. കണ്ടപ്പോൾ നമുക്കൊരു കാര്യം തോന്നുന്നത്, എല്ലാ ആടുകളും നല്ല ഒരു കോമൺ സൈസ് ഉണ്ട്, എല്ലാ ആടുകൾക്കും അതേപോലെ നല്ല മെഴുപ്പുമുണ്ട്. ഇത് നിങ്ങളുടെ തീറ്റക്രമങ്ങൾ എന്തെല്ലാമാണ്? അതാണ് അതിനകത്ത് മെയിനായ ഒരു ഘടകമാണ്. എല്ലാവരും പല ആൾക്കാരും വിളിച്ച് ചോദിക്കാറുണ്ട്, ഈ ആടുകൾ എങ്ങനെയാണ് ഇങ്ങനെ നന്നായി നിൽക്കുന്നതെന്ന്. അപ്പോൾ അതിനകത്ത് 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ആടുകൾക്ക് വിരയില്ലെന്നുള്ളതാണ്. വിരയുള്ള ആടുകൾക്ക് രോമം പുറകോട്ട് വരത്തില്ല. ആടുകളുടെ രോമം എന്ന് പറയുന്നത് പുറകോട്ട് നിൽക്കത്തുള്ളൂ, ഇങ്ങനെ ബാക്ക് സൈഡ് പുറകോട്ടേ വരുവുള്ളൂ. നേരെ വരികയോ പിരിഞ്ഞു നിൽക്കുകയോ മുന്നോട്ട് വരികയോ ചെയ്താൽ ആ ആടുകൾക്ക് വിരയുണ്ടെന്നാണ് അതിന്റെ ആശയം. ഇല്ല. അപ്പൊ വിരമരുന്ന് ക്ലിയർ ആയിട്ട് കൊടുക്കുക. വിരമരുന്ന് കൊടുക്കുന്നത് ആടുകളുടെ വെയിറ്റ് നോക്കി തന്നെയാണ് വിരമരുന്ന് കൊടുക്കേണ്ടത്. 3 മാസം കൂടുമ്പോൾ ആടുകളുടെ വെയിറ്റ് അനുസരിച്ച് 3 മാസം കൂടുമ്പോൾ വിരമരുന്ന് കൊടുക്കുക. പിന്നെ നന്നായി നിൽക്കുന്ന ലക്ഷണം ഞാൻ ചെയ്യുന്ന രീതി, ഒന്ന്, രാവിലെ ആളുകൾക്ക് വെള്ളം കൊടുക്കാറില്ല, ഫുഡാണ് കൊടുക്കുന്നത്, കരാഹാരം. രാവിലെ വെള്ളമല്ല, ഫീഡ് കുഴച്ച് വെച്ച് കൊടുക്കണം. ഫീഡ് കുഴച്ച് വെച്ചാണ് നമ്മൾ കൊടുക്കുന്ന രീതി. അതെ, നമ്മൾ ഉരുളുന്ന പരുവത്തിലാണ് നമ്മൾ, അഥവാ കമ്മി തിന്നുന്ന പരുവത്തിൽ ഫീഡ് കുഴച്ച് വെച്ച് കൊടുക്കും. ഞാനിവിടെ കൊടുക്കുന്നത് ഗോതമ്പ് പുഴുങ്ങിയതും ചാക്കരിയിട്ട് കഞ്ഞി വെച്ചതും തവിടും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ കൊടുക്കുന്ന രീതി. മറ്റ് പല ആൾക്കാരും പല ഫീഡും പല രീതിയിൽ കൊടുക്കാറുണ്ട്. ഒരു ഫീഡും മോശമെന്ന് ഞാൻ പറയാറില്ല. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഗോതമ്പ് പുഴുങ്ങിയതും ചാക്കരിയിട്ട് കഞ്ഞി വെച്ചതും തവിടും മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കാനുള്ള കാരണം, ഗോതമ്പിന് നമുക്ക് 15 രൂപ വിലയ്ക്ക് കിട്ടാറുണ്ട്, ചാക്കരി 20 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ വില കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഓക്കയ്ക്ക് 28 രൂപ, മറ്റ് ഏത് സൈസ് ഫീഡ് സാധനം മേടിച്ചാലും 28 രൂപ 30 രൂപ വില വരുന്നു. അതെ, അതിന്റെ കണക്ക് കൂട്ടി നോക്കിയിട്ട് നമുക്ക് അതിന്റെ ലാഭമാണ് നമ്മൾ കണക്ക് കൂട്ടി നോക്കിയിട്ടാണ് ഈ രീതി നമ്മൾ ചെയ്തു വരുന്നത്. അപ്പൊ നമ്മൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അതിന്റെ ഗുണമല്ല, നമ്മൾ ചെയ്യുന്ന നമ്മുടെ ചെലവ് നമുക്ക് നോക്കണമല്ലോ, ചെലവാണ് മുഖ്യം. അതുകൊണ്ടാണ് നമ്മൾ ആ രീതി കൊടുക്കുന്നത്. അപ്പോൾ ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വെള്ളം കൊടുക്കുക. ഒരു 3 മണിയോട് കൂടി നമ്മൾ വെള്ളം കൊടുക്കും. വെള്ളം കൊടുക്കുന്നത് തേങ്ങാപ്പിണ്ണാക്ക് വെള്ളത്തിൽ ലയിപ്പിച്ച് തവിടും കൂടെ ചേർത്താണ് വെള്ളം കൊടുക്കുന്നത്. അങ്ങനെ ഉച്ച കഴിഞ്ഞ് വെള്ളവും ഇല്ല. അതുപോലെ തന്നെ രാവിലെ ഫീഡ് കൊടുത്തതിന് ശേഷം രാവിലെ തീറ്റയും കൊടുക്കാറില്ല. ഫീഡ് കൊടുത്തതിന് ശേഷം തീറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പുല്ല്, പച്ചപ്പുല്ല്, ചവറ ഒന്നും ഉച്ചയായിട്ട് അല്ലാതെ ഉച്ചയ്ക്ക് മുമ്പ് കൊടുക്കാറില്ല. അപ്പൊ രാവിലെ ഫീഡ് കൊടുക്കുന്നത് ആവശ്യത്തിന് അവർക്ക് ആവറേജ് കഴിക്കത്തക്ക നിലവാരത്തിൽ കൊടുത്താൽ വേണ്ടിയിട്ട് ഉച്ചയാകുമ്പോൾ അവർ എഴുന്നേറ്റ് നിന്ന് കരയാൻ നോക്കും ഒരു 3 മണിയോട് കൂടി. ആ സമയത്ത് ആവശ്യത്തിന് പുല്ലും ചപ്പും ചവറും എല്ലാത്തരം പച്ചച്ചിലകളും ആടുകൾ തിന്നുന്ന എല്ലാത്തരം പച്ചിലകളും കൊടുക്കും. അതിനുശേഷമാണ് വെള്ളം കൊടുക്കുക. ഉച്ച കഴിഞ്ഞ് വീണ്ടും ആവശ്യത്തിന് വൈകുന്നേരം വീണ്ടും അവർക്ക് തീറ്റയിട്ട് കൊടുക്കും. അങ്ങനെയാണ് അവരുടെ ഭക്ഷണ രീതി നമ്മളിവിടെ ചെയ്തു വരുന്നത്. ഇതാണ് അതിന്റെ ഒരു മെയിൻ ഒരു ഭക്ഷണ രീതി ഇവിടുത്തെ. അതെ, അതുപോലെ തന്നെ ആടുകൾക്ക് വെയിറ്റ് നോക്കുന്ന രീതി ഞാൻ മറ്റൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആടുകളെ വെയിറ്റ് നോക്കാൻ എല്ലാ ആൾക്കാർക്കും ത്രാശം വീട്ടിലുണ്ടാകുന്ന വരികയില്ല. അപ്പൊ ആടുകളുടെ വണ്ണമാണ് നോക്കുന്നത്. ആദ്യമേ ഇങ്ങനെ വണ്ണം ടേപ്പ് കൊണ്ട് വണ്ണമാണെന്ന് നോക്കും. വണ്ണത്തെ വണ്ണം കൊണ്ട് ഗുണിക്കും. വണ്ണം ഗുണം നീളം സമം 660 ഗുണം നീളം. വണ്ണം എടുത്തു, വണ്ണം ഗുണം നീളം ഭാഗം 660. അപ്പൊ ശരിയായ ഉത്തരം അതിന് കിട്ടും. എത്ര കിലോ എന്ന് നമുക്ക് ത്രാശ തൂക്കുന്നതായിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ത്രാശ തൂക്കി ഒരാടിനെ ഞങ്ങൾ നോക്കിയപ്പോൾ 1 കിലോയുടെ വ്യത്യാസം വന്നുള്ളായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കിയിട്ടാണ് ആടുകൾക്ക് വിരമരുന്ന് കൊടുക്കുന്നത്. അപ്പൊ അല്ലാതെ എല്ലാ ആളുകൾക്കും നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് പറഞ്ഞ ആളുകൾക്ക് വിരഗുളിക ചോദിച്ചാൽ 600 mg ഒരു ഗുളിക തരും. ഈ ആളുകൾക്ക് 600 mg വിരഗുളിക കൊടുത്താൽ ഒരു കാരണവശാലും വില പോകത്തില്ല.
ഓക്കെ. ഞാൻ ഇവന് കൊടുക്കുന്നത് 1500 മില്ലിയുടെ വില ഗുളിയാണ് കൊടുക്കുന്നത്. 1 കിലോയ്ക്ക് നമ്മൾ എത്ര ഗ്രാം? 1 കിലോ എന്നുള്ളതല്ല, 30 കിലോയ്ക്ക് 600 mg വില ഗുളിയ. 30 കിലോയ്ക്ക് 600 mg മതി. പക്ഷെ 60 കിലോ ഉണ്ടെങ്കിൽ അത് 2 കിലോ ഉണ്ടെങ്കിൽ 120 കിലോ നമ്മൾ ഉറപ്പായിട്ടും ഇവന് 600 mg 3 വില ഗുളി വരെ ഇവന് കൊടുക്കാം. അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഞാനിവിടെ 1500 മില്ലിയാണ് ഇവന് കൊടുക്കുന്നത്. ഇവന് വിലയില്ല. വിലയില്ലാത്തതിന് തെളിവാണ് രോമം പുറകോട്ട് നിൽക്കുന്നത് പറഞ്ഞല്ലോ. ഇത് ഏതാണ്? നമ്മളിപ്പോൾ ഒരു സെറ്റിനെ അകത്ത് കയറ്റി ഇത് അടുത്ത സെറ്റ് ആടുകളാണ് ഇവിടെ. അടുത്ത സെക്ഷൻ, ഇത് രണ്ടാമത്തെ സെക്ഷൻ ആടാണ്. നമ്മളെ ജമുനാപാരി എന്ന് അറിയപ്പെടുന്ന ആടുകൾ. ജമുനാപാരിയിൽ ഇറ്റാവ എന്ന് പറയുന്ന ആടാണ് ഇത്. ജമുനാപാരി ഇറ്റാവ. ഈ ആടിന് ഇപ്പോൾ 84 കിലോ വെയിറ്റ് ഉണ്ട് ഇവിടെ. ഓക്കെ. ഇത് എൻ്റെ കൂട്ടിലുള്ള പഴയ കാലത്തെ ആദ്യകാലത്തെ ആടുകളിൽ പരമ്പരാഗതമായി ചെയ്ത് കൊണ്ടിരുന്ന ആളാണ് ഇവര്. ഇവര് ഞാൻ 18 വർഷമായിട്ട് എൻ്റെ കൂട്ടിൽ ജമുനാപാരി ആടുകളുണ്ട്. ജമുനാപാരി ഇറ്റാവ എന്ന് പറഞ്ഞ ആട്. ഇറ്റാവയുടെ പ്രത്യേകത ബ്രൗൺ ഷെയ്ഡ് വരും. ചെവി അകത്തോട്ട് മടങ്ങി നിൽക്കും. പോലെ രണ്ടായിട്ട് മടങ്ങി ചെവി. രോമം മൂക്ക് ബാക്ക് സൈഡ് നിറച്ച് രോമമായിരുന്നു. ഇവർക്കെല്ലാം രോമം മൊത്തം വെട്ടിക്കളഞ്ഞാണ്. അത് രോമമുള്ള ആടുകളെ കാണുമ്പോൾ മനസ്സിലാവും മറ്റുള്ള ആടുകളെ. അപ്പോൾ ഇവരുടെ ബാക്ക് സൈഡിൽ രോമം മൊത്തം വെട്ടിക്കളഞ്ഞു. കാരണം ഇവിടെ എൻ്റെ കൂട്ടിൽ ഇപ്പോൾ 8 പ്രസവം പ്രസവിച്ച ആടാണ്. അത്രയ്ക്ക് കണ്ടീഷനാണ്. ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അവർക്ക് പ്രായമുണ്ട്, എന്നാലും അവളെ ഞാൻ കൊടുക്കത്തില്ല. ഇവിടെ 8 പ്രസവം കഴിഞ്ഞു. ഇത് 9ാമത്തെ ഇപ്പോൾ ബ്രീഡ് ചെയ്ത് നിർത്തിയേക്കാണ്. ഈ പ്രാവശ്യം ഇറ്റാവ എന്ന് പറഞ്ഞ ആടിനെ കൊണ്ട് നല്ല ബ്രീഡ് ചെയ്തത്. ജമുനാപാരി ഹൻസ എന്ന് പറഞ്ഞ ആടിനെ കൊണ്ടാണ് ഞാൻ ബ്രീഡ് ചെയ്തത്. അതിന് കാരണം അതിന് ഞാൻ ഹൻസയെ വളർത്തുന്നത് ഒരുപാട് കാലം കൊണ്ട് ഞാൻ ആഗ്രഹിച്ചാണ്. ഹൻസ എന്ന് പറഞ്ഞ ആടുകളെ എനിക്ക് കിട്ടിയിട്ടില്ല ഇതിന് മുമ്പ്. കഴിഞ്ഞ പ്രാവശ്യം ഇറ്റാവ എന്ന് പറഞ്ഞ ആടിനെ തൃശ്ശൂരുകാരാണ് കൊണ്ടുവന്നത്. 85,000 രൂപയ്ക്കാണ് ഞാൻ ആ മുട്ടനെ വിറ്റത്. അത്ര വലിയതായിരുന്നു. 120 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ജമുനാപാരി ഇറ്റാവ എന്ന് പറഞ്ഞ ആടുകൾ. അതെ, ഇതെന്റെ കടിഞ്ഞൂക്കുട്ടിയാണ്. കടിഞ്ഞൂക്കുട്ടി എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് പ്രഗ്നൻസിയാണ്. ഇപ്പോൾ 2.5 മാസം പ്രഗ്നൻസി ആയിട്ട് നിൽക്കുന്നു. ഇവിടെ നല്ല പ്രത്യേകത ഉണ്ടോ? ആ കൊമ്പ് പിരിഞ്ഞ് രോമം മൂക്ക് ചെവി ബ്രൗൺ ഷെയ്ഡ്. കൊമ്പ് ഇതേപോലെ കൊമ്പ് പിരിഞ്ഞ് വരും. രോമം മൂക്ക് ചെവി അകത്തോട്ട് മടങ്ങിയ ചെവി. ഇതാണ് ഇറ്റാവ എന്ന് പറയുന്നത്. ബ്രൗൺ ഷെയ്ഡ് ബാക്ക് സൈഡ് രോമം. രോമം. ഇതാണ് ജമുനാപാരി ഇറ്റാവ എന്ന് പറയുന്ന ആട്. ഇറ്റാവ എന്ന് പറയുന്ന ആട്. ഇതാണ് ജമുനാപാരി ഹൻസ എന്ന് പറയുന്നത്. ഒറിജിനൽ ഹൻസ എന്ന് പറയുന്ന ആടാണ്. ഫിവർ വൈറ്റ്, രോമം മൂക്ക് വെള്ള കൊമ്പ്, ചെവിക്കകം റോസ്. ചെവിക്കകം വരെ റോസ് നിറം. ഇതാണ് ജമുനാപാരി ഹൻസ എന്ന് പറയുന്നത്. കൊമ്പ് പിരിഞ്ഞു വരും. ഇതിന് ഫ്രണ്ടിലുള്ള ഈ ഒരു രോമം കൂടുതലുണ്ടാവും. അങ്ങനെ തന്നെ വരും. അവന് ഇപ്പൊ 4 പല്ല്, 1.5 വയസ്സ് പ്രായം കഴിഞ്ഞ് 1.25 വയസ്സ് പ്രായത്തിൽ നിൽക്കുന്നു. ഇതൊരു കിലോ 650 രൂപ വരയ്ക്ക്. 650. ഹൻസയ്ക്ക് ഇപ്പോഴാണ് ഏറ്റവും ടോപ്പ് വിലയുള്ളത്. ആടുകളിൽ ഏറ്റവും ടോപ്പ് വിലയുള്ളത് ഹൻസ എന്ന് പറഞ്ഞ ആടുകളാണ്. ജമുനാപാരിക്കാണ് ഏറ്റവും മാർക്കറ്റ് ഉള്ളത്. ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള ആടുകളാണ് നമ്മൾ ഈ കാണുന്നത്. ജമുനാപാരി. ഫീമെയിൽസിന് തന്നെ പാല് കിട്ടാറുണ്ട്. 3 ലിറ്റർ പാല് വരെ കിട്ടും. 3 ലിറ്റർ പാല് ആവറേജ് കിട്ടുന്നുണ്ട്. 50 രൂപ കൂടുതൽ വരുന്നത്? ഇതിന്റെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ട്. അവർ കാഴ്ചയ്ക്ക് ഏറ്റവും സുന്ദരിയാണെന്നാണ് ഇവർ അറിയപ്പെടുന്നത്. കാഴ്ചയ്ക്ക് തന്നെ അവരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അവർ നല്ല സുന്ദരി ആടുകളാണ്. അവരെ കാണുമ്പോൾ തന്നെ അത്രയ്ക്ക് സൗന്ദര്യമാണ് അവർക്ക്. അതിന്റെ ആണ് ഒരു വ്യത്യാസം. അസുഖങ്ങള് ബീറ്റലിനാണോ ഇതിനാണോ കൂടുതൽ? ബീറ്റൽ ആടുകൾക്കാണ് അസുഖം കൂടുതൽ കണ്ടുവരുന്നത്. അസുഖം എന്ന് പറഞ്ഞാൽ ബീറ്റൽ ആടുകൾക്ക് അകിടുവീക്കമാണ് മെയിനായിട്ടുള്ള ഒരു പ്രശ്നം. അകിടുവീക്കത്തെ 2 രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, പല കർഷകരും യൂട്യൂബ് ചാനലിലും അകിടുവീക്കത്തെ കുറിച്ച് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് ആരും പറഞ്ഞില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ലളിതമായ രീതിയുണ്ട്. അകിടുവീക്കം വരുന്നതിന് മുൻപ് തന്നെ, അകിടുവീക്കമല്ല പക്ഷേ പുറത്ത് കാണിക്കുന്നത് പക്ഷേ പനിയാണ് ആടുകൾക്ക് വരാറ്. ഉണ്ടാവും. അപ്പോൾ പനി വന്ന് ആട് തീറ്റ തിന്നാതെ വെള്ളം കുടിക്കാതെ നിൽക്കുമ്പം നമുക്കത് അകിടുവീക്കമാണോ എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ ചെയ്യുന്നൊരു തന്ത്രമുണ്ട്. ആ തന്ത്രം ഇതാണ്. ആടിന് അല്പം പാല് കറന്നെടുക്കും. പാല് കറന്നെടുത്ത് ഒരു പാത്രത്തിൽ വെച്ച്, വൃത്തിയുള്ള പാത്രത്തിൽ കൊണ്ടുവന്നിട്ട് അലക്കുന്ന വാര സോപ്പോ അല്ലെ ഡോക്ടർ വാഷിന്റെ സോപ്പോ എടുത്ത് ആ പാലിനകത്ത് ചാലിച്ച് നോക്കും. കൈവച്ച് ചാലിക്കുമ്പം അത് കൊഴുത്തു പോകും. പാല് കൊഴുത്തുപോയി എന്ന് വെച്ചാൽ അതൊരു കഫം, മനുഷ്യന്റെ കഫം പോലെ ആയി പോകും. അങ്ങനെ വന്നാൽ അപ്പോൾ തന്നെ അകിടുവീക്കം ഉണ്ടെന്ന് നമുക്കത് മനസ്സിലായി. അപ്പോൾ തന്നെ ഫസ്റ്റ് എയ്ഡ് നമ്മൾ അതിന് ചെയ്യുന്നത് കറ്റാർവാഴ പോലെയുടെ
അകത്തെ ജെല്ല് അകടെ തേച്ച് വെക്കും. ഓക്കെ. കറ്റാർ വാഴ പോലെ തന്നെ അകത്തെ ഒരു ജെല്ലുണ്ട്, അത് അകടെ തേച്ച് വെക്കും. അപ്പൊ തന്നെ അകടിന്റെ വെള്ളക്കെട്ട് വലിച്ചു കളയും. അതിനെ വലിച്ചു കളഞ്ഞ ഫസ്റ്റ് എയ്ഡ് അത് ചെയ്തിട്ടാണ് ഡോക്ടറെ വിളിച്ച് ഡോക്ടർമാരുടെ നിർദ്ദേശത്തിലാണ് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുള്ളത്. ബാക്കി നമ്മൾ ഫുൾ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നോക്കിയാൽ ആളുകൾക്ക് കംപ്ലൈന്റ് വരും. അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ അത് ചെയ്യാറുള്ളത്. അപ്പോൾ അതിന്റെ ഒരു ശരിയായ മെത്തേഡ് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്നുള്ള ഒരു രീതിയാണ് പറഞ്ഞത്. നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. ആടിന്റെ പാല് ആ ഒരു ഇതിലിപ്പോൾ ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ക്ലാരിഫിക്കേഷന് വേണ്ടി വിൽസൺ ചേട്ടനെ നേരിട്ട് വിളിക്കാം. നമ്പർ സ്ക്രീനിൽ റോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ജമുനാപാരി ഹൻസ എന്ന് പറയുന്ന ആളാണ് എന്ന് പറയുന്ന ആടുകളുടെ പ്രത്യേകതകള് കാര്യങ്ങള്. ഇതാണ് ഹൻസ. ഇവിടെ തീറ്റക്രമം ഒരേപോലെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഏതാണ് അടുത്ത വെറൈറ്റി കാണാനുള്ളത്? സിരോഹി. ഒരു ബ്രൗൺ കളറ് സിരോഹി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ബോഡി ബിൽഡർ എന്നാണ് ഇവനെ അറിയപ്പെടുന്നത്. അവൻ അത്ര ഉള്ളതല്ല, അവനെ ഇന്ത്യയിലെ ബോഡി ബിൽഡർ എന്ന് തന്നെയാണ് ഇവനെ അറിയപ്പെടുന്നത്. അവന്റെ ചെസ്റ്റ് കാണും, ആ ചെസ്റ്റ് വയറിനേക്കാൾ ചെസ്റ്റ്, അവന്റെ നടുവിന്റെ വളവ്, ഇതാണ് ഇവന്റെ പ്രത്യേകത. പക്ഷെ ഇവർക്ക് കൊമ്പ് ഒരിക്കലും മിക്കവാറും ഒരു 50% ഭംഗിക്ക് കിട്ടത്തില്ല. പക്ഷെ ഇവര് ഉപദ്രവകാരിയാണ്. അതെ. അവരുടെ പ്രത്യേകത പട്ടാളക്കാരന്റെ കുപ്പായം പോലെ ഇരിക്കും. ബ്രൗൺ നിറത്തിൽ മഞ്ഞപ്പുള്ളി. രാജസ്ഥാന്റെ കരുത്ത് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. രാജസ്ഥാനിലാണ് ഇവരുടെ ജന്മസ്ഥലം. ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. ഞാൻ 2014 അജ്മീർ എന്ന് പറയുന്ന സ്ഥലത്ത് രാജസ്ഥാൻ. അജ്മീർ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഉണ്ട്, മുസ്ലിം പള്ളി. ഞാൻ പോയിട്ടുണ്ട് പള്ളിയിൽ. നല്ലൊരു സ്ഥലം. അതെ, അതിൻ്റെ എല്ലാ ഫോട്ടോയൊക്കെ എടുത്ത് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ രാജസ്ഥാൻ നേരിട്ട് പോയി 2014 ഞാൻ അവിടുന്ന് കൊണ്ടുവന്നതാണ്. അങ്ങനെ വരുന്ന ആടുകളാണ് സിരോഹി എന്ന് പറയുന്ന ആടുകൾ. രാജസ്ഥാനിൻ്റെ കരുത്താണ്. ഇതാണ് അവരുടെ പ്രത്യേകത. ഇവർക്കും ഭൂരിപക്ഷം 90% ഒരു കുട്ടിയെ ഉണ്ടാകാൻ സാധ്യതകളുള്ളൂ. ഇവർ നല്ല കുഴപ്പമില്ലാത്ത നല്ല ആടുകളാണ് ഇവര്. ഇതിന് നമ്മളിവിടെ കൊടുക്കുന്നത് കിലോ 500 രൂപ വിലയ്ക്കാണ് നമ്മൾ സിരോഹിയെ കൊടുക്കുന്നത്. സിരോഹിക്ക് 2 മുതൽ 2.5 ലിറ്റർ വരെ പാല് കുറവാണ്. 1.5 ലിറ്റർ ആണ് ആവറേജ് പാല് കിട്ടുള്ളൂ. 2-2.5 കിട്ടുമെന്ന് പറയുന്നെങ്കിലും ആവറേജ് 1.5 ലിറ്റർ പാല് കിട്ടാറുള്ളൂ. ഇതിപ്പോ ഒരു കുടുംബത്തിന് പാല് വിൽപ്പനയല്ല ഉദ്ദേശം, നമ്മുടെ ഒരു വീട്ടാവശ്യത്തിലേക്കാണെങ്കിൽ സിരോഹിയാണ് നല്ലത്. അതെ. പാലുൽപാദന ശേഷിക്ക് കൂടുതൽ ബീറ്റലാണ്. ഉൽപാദന ശേഷിക്ക് സിരോഹി, അല്ല ബീറ്റല്. ബീറ്റല് കാഴ്ചക്ക് ഭംഗിക്കാണ് സിരോഹി. അവരുടെ കാഴ്ചക്ക് നല്ല കൗതുകമാണ്. ഒരു വെറൈറ്റി ആണല്ലോ. അല്ലല്ല, അത് ശാന്തരാണ്. നമ്മുടെ വീട്ടില് പോലെയല്ല, ഇത് അടുത്ത് ഇടിച്ച് മരത്തെ കയറ്റും. അതെ. അപ്പൊ അടുത്ത വെറൈറ്റി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ബീറ്റൽ മലബാർ ക്രോസ്, ജമുനാപാരി മലബാർ ക്രോസ് ആണ് ഞാൻ അടുത്ത ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇവരാണ്. ഇപ്രാവശ്യം നമുക്ക് പരിചയപ്പെടുത്തുന്നത് 3 പേരാണ്. 4 പേരാണ് പരിചയപ്പെടുന്നത്. ഇതെന്റെ ഭാര്യയാണ്. എന്നെ എല്ലാ കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ ഭാര്യയാണ്. ഉറപ്പായിട്ടും അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചേട്ടാ ഇമാതിരി കൃഷികളൊക്കെ മുമ്പോട്ട്. സപ്പോർട്ടും ആദ്യകാലത്ത് ഇദ്ദേഹത്തിന് സംഘത്തിൽ നിന്ന് ലോൺ കിട്ടിയ ആ പൈസ കൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന ഫാമും ഇന്ന് ഈ കാണുന്ന ഞാനും ഇത്തരത്തിലായത്. ഇത്ര ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരാളെ കണ്ടിട്ടില്ല. അതെ, ഇല്ലെങ്കിൽ പറയും ഞാൻ എന്റെ അധ്വാനം ശരിയല്ലേ, ഞാൻ മാത്രം. ഇതങ്ങനെയല്ല, അത് ഭാര്യയുടെ സംഘത്തിൽ നിന്ന് കിട്ടിയ ആ ഒരു 15,000 രൂപ ലോൺ എടുത്ത് ആ പൈസയുടെ മൂലധനം കൊണ്ട് ഞങ്ങൾ ആട് വാങ്ങിയാണ് ഞങ്ങൾ തുടക്കം തന്നെ. ഞങ്ങൾ എത്ര വർഷം മുമ്പ്? ഇപ്പോൾ ഏറെക്കുറെ 20 വർഷമായി. 20 വർഷത്തെ പ്രവൃത്തി പരിചയമേ. അതെ, 20 വർഷത്തെ ഞങ്ങൾ എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് വളരെ ഏറ്റവും നല്ല ആടാണ്. ഇപ്പം നമ്മൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിലേക്ക് ഏറ്റവും നല്ല ബ്രീഡാണ് മലബാറി ജമുനാപാരി ക്രോസ് ആടെന്ന് പറയുന്നത്. മലബാറി ജമുനാപാരി ക്രോസ് ആടുകളുടെ പ്രത്യേകതയെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇവരാണ് മലബാറി ജമുനാപാരി ക്രോസ് ആട്. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ബായ്സലത്ത് രോമം കണ്ടോ, മലബാരി. അത് ജമുനാപാരിയുടെ ലുക്കാണ് വന്നത്. ബോഡി ലുക്ക് എന്ന് പറഞ്ഞാൽ മലബാറി ആടിന്റെ. ഈ അല്ലെങ്കിൽ ഓവറായിട്ട് വന്നിട്ടില്ല. ആ കൊമ്പ്, അവരുടെ ഭംഗി, ശരീര ഭംഗി സാധാരണ നമ്മുടെ ആടുകളെക്കാൾ മലബാറിയേക്കാൾ വ്യത്യസ്തരാണ് ഇവര്.
കാരണം മലബാറി ജമുനാപാരി ക്രോസ് ആണ്. ഈ ക്രോസ് ആടിനെ വീണ്ടും JP കൊണ്ട് ക്രോസ് ചെയ്താൽ നല്ല ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ആടുകൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള ആടുകളാണ് നമുക്ക് കേരളത്തിലെ നമ്മുടെ ഏറ്റവും നല്ല ഭംഗിയുള്ള ആടുകളാണ്. കേരളത്തിൻ്റെ കരുത്താണ് ഇവര്. പക്ഷെ ഇവർക്ക് പ്രത്യേകിച്ച് ഒരു പേരില്ല. ഇന്ത്യയിൽ ക്രോസ് ആണെന്ന് പറയുന്നത്, പക്ഷേ ഏറ്റവും നല്ല ആളുകളാണ് ഇവർക്കൊരു പേരിടാൻ ഇന്ന് വരെ നമ്മളെ പോലുള്ള ഇവിടുത്തെ ഈ കർഷകർക്ക് ആർക്കും പറ്റില്ല. ആൾക്കാർക്ക് എനിക്ക് വളരെ സങ്കടമുണ്ട്. എഴുമ്പയിൽ സ്പെഷ്യൽ എന്ന് ഞാനിതിനെ ഹൈറേഞ്ചി എന്ന് പറഞ്ഞ് പലർക്കും കൊടുക്കാറുണ്ട്. അങ്ങനെ പറയാൻ കാരണം മലബാർ പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ച ആടാണ് മലബാറി എന്ന് പറയുന്ന ആളുകൾക്ക്. എന്തുകൊണ്ട് നമുക്ക് ഹൈറേഞ്ച് ഉൽപ്പാദിപ്പിക്കും? ഇത്തരത്തിലുള്ള നല്ല ആളുകൾക്ക് നമുക്ക് ഹൈറേഞ്ച് എന്ന് പറഞ്ഞ് കൊടുത്തുകൂടാ? മലബാർ എന്ന് പറഞ്ഞാൽ ശരിയാണല്ലോ, ദേശത്തിന്റെ പേര്. അതെ, ഇന്ത്യയിലെ 20 പരം ആടുകൾ ഇന്ത്യയിലുണ്ട് അംഗീകാരമുള്ള. 8 പരം ആടുകൾ അംഗീകാരമില്ലാത്തതുകൊണ്ട് അട്ടപ്പാടി ബ്ലാക്ക് ആടുകൾക്ക് പോലും സർക്കാർ അംഗീകാരമില്ല. ആലപ്പുഴ ആടെന്നും പറഞ്ഞൊരു ആട് ഉണ്ടെന്ന് പലരും പറയുന്നു. ഞാനിതുവരെ അത് വളർത്തിയിട്ടില്ല. പക്ഷെ അതിനെ സർക്കാർ അംഗീകരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ സർക്കാർ അംഗീകാരമില്ല ഇവർക്കൊന്നും. ക്രോസ് ബ്രീഡ് ആടുകൾക്ക് സർക്കാർ അംഗീകരിക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് അംഗീകരിച്ചില്ലെങ്കിലും ആരംഗീകരിച്ചില്ലെങ്കിലും ആട് സൂപ്പറാണ് ഇവര്. നല്ല ഭംഗിയുള്ള ആടുകളാണ്. നമുക്ക് റെഫർ ചെയ്യാൻ പറ്റിയ ഒരാളാണ്. അതുകൊണ്ട് ഞാനിവിടെ പലർക്കും ഹൈറേഞ്ച് എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. ഇതിനെന്നാ വില വരുന്നത്? ഇവർക്ക് ഞാനിവിടെ തൂക്കി വയ്ക്കുന്നത് കിലോ 450 രൂപ വരയ്ക്കാണ് തൂക്കി വയ്ക്കുന്നത്. കിലോ 450 രൂപ. ഇതിന്റെ പാല് അളവ് എങ്ങനെയൊക്കെയാണ്? ഇത് 2-2.5 ലിറ്റർ പാല് കിട്ടും. എല്ലാ ആടുകൾക്കും 2-2.5 ലിറ്റർ കിട്ടണമെന്നില്ല. ഏറ്റവും ടോപ്പ് ക്രോസ് ബ്രീഡ് ആടുകൾക്ക് 2.5 ലിറ്റർ വരെ കിട്ടിയിട്ടുണ്ട്. അത് ചില ആടുകൾക്ക് 1 ലിറ്റർ കിട്ടിയുള്ളൂ ഇരിക്കാം. പക്ഷെ എല്ലാ ആടുകൾക്കും അങ്ങനെ ആവണമെന്നില്ല. ഇത് കടിഞ്ഞൂൽ കുട്ടികളാണ് ഇവര്. മറ്റാടുകളെ അപേക്ഷിച്ച് ഇവരാണ് ഏറ്റവും ടോപ്പ്. അവർക്ക് യാതൊരു അസുഖങ്ങളും ഇവരെ കണ്ടുവരുന്നില്ല. കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ ഹൈബ്രിഡ് ആളുകളെ ബ്രീഡ് ചെയ്തത്, അതായത് ജമുനാപാരി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ആടല്ല, ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലെ ആടുകളെ മലബാറി ആടുകളെ കൊണ്ട് ബ്രീഡ് ചെയ്തപ്പോൾ ഉണ്ടായി വരുന്ന കുട്ടികളാണ് ഇവര്. അപ്പോൾ ഇവര് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ കേരളത്തിന്റെ തനിമയായ മലബാറി ആടുകളെ കൊണ്ട് ബ്രീഡ് ചെയ്ത് വരുന്ന ആടുകളാണ് കേരളത്തിന്റെ സാഹചര്യത്തോട് കൂടുതൽ ഈ കാലാവസ്ഥയിൽ പൊരുത്തപ്പെട്ട് നിൽക്കുന്ന അവർക്ക് മറ്റു അസുഖങ്ങളൊന്നുമില്ല. ഇവരൊക്കെ കടിഞ്ഞൂൽ കുട്ടികളാണ്. ഇത്ര ക്വാളിറ്റി വരുന്നുണ്ട്. ഇതൊക്കെ 50 കിലോ ബോഡി വെയിറ്റ് മേളില്ല. 53 കിലോ ബോഡി വെയിറ്റ് ഉണ്ട്. ഇവര് ക്രോസ് ബ്രീഡ് ആണെന്ന് മാത്രം ഒരു തെറ്റോ ഇവർക്കുള്ളൂ. പക്ഷെ കരുത്തുറ്റ ആടുകളാണ് ഇവര്. അപ്പോൾ നമുക്ക് ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ ഏറ്റവും നല്ല ആടുകളാണ് മലബാറി ജമുനാപാരി ക്രോസ് ആടുകൾ. ജമുനാപാരിക്ക് എന്തുകൊണ്ടോ കേരളത്തിൽ ഇപ്പോൾ ഡിമാൻഡ് കുറവാണ്. കർഷകർക്ക് അതിനെക്കുറിച്ച് അറിവില്ലാഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല. പക്ഷെ ഇന്നിപ്പോൾ ഏറ്റവും ക്രൈസ് ബീറ്റലിനാണ്. അതെ. അപ്പോൾ ഇനി ഞാൻ അടുത്ത കമ്പനി ടാറ്റക്കാർ വയ്ക്കും, ആ ഒരു സ്കീമേ ഉള്ളൂ ഇതിൽ. അതെ. അപ്പോൾ മലബാർ ജമുനാപാരി ക്രോസ് ആടുകൾ പരിചയപ്പെടും. അവരുടെ കൊമ്പിന്റെ പ്രത്യേകത കണ്ടോ, JP ആയിട്ടുള്ള ആ കൊമ്പിന്റെ അഴകാണ് അവർക്ക് കിട്ടിയത്. ജമുനാപാരിയുടെ കൊമ്പ് പിരിഞ്ഞു വരും. അതേപോലെ തന്നെ റോമ മൂക്ക്, അവർക്ക് ഇയർ ലെങ്ത്, വൈറ്റ് നിറവ്, ബായ്സല് രോമം, അവർ കാണാൻ തന്നെ നല്ല ലുക്കുള്ള ആടാണ്. അവരുടെ കുട്ടിയാണിത്. ഇതൊക്കെ മലബാറി ജമുനാപാരി ക്രോസ് ആടുകളാണ്. ഇതിന്റെ ചെവി അകത്തേക്ക് ചുരുണ്ടതല്ല, അല്ല, ചെവി നൂർന്ന് വരും. ജമുനാപാരിക്ക് ചെവി അകത്തോട്ട് മടങ്ങി നിൽക്കും. അപ്പൊ ആ മുഖലൊക്കെ വന്നിട്ടുമുണ്ട്. ആ ഭംഗി, മുഖത്തിന്റെ ആ ഭംഗി വന്നിട്ടുമുണ്ട്. ഇത്തരത്തിലുള്ള ആടുകളെ ഞാനിവിടെ ക്രോസ് ആടുകളെ 450 രൂപയ്ക്ക് ഹൈറേഞ്ച് എന്ന് പേരിട്ടാണ് ഞാനിവിടെ കൊടുക്കാറ്. എഴുകുമ്പയില്ല ആടുകൾക്ക്. ആടുകളിൽ കുതിര എന്നറിയപ്പെടുന്ന ബീറ്റൽ ആട് വെച്ച് നമുക്ക് ക്രോസ് വന്ന ബ്രീഡ് ആടാണിത്. ബീറ്റലിനെ അതെ, ബീറ്റലിനെ ഈ ആടിന്റെ പ്രത്യേകത പറഞ്ഞാൽ പർപ്പസരി ആടെന്ന് പറയുന്ന ആടിനെ വെച്ച് ബ്രീഡ് ചെയ്തെടുത്ത ആടുകളാണ് ഇവന്മാര്. പർപ്പസരി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പാൽക്കാരി എന്നാണ് പർപ്പസരി ആടിനെ അറിയപ്പെടുന്നത്. ആ പർപ്പസരി ആടിനെ ബീറ്റൽ വെച്ച് ക്രോസ് വന്നപ്പോൾ ഉണ്ടായി വന്ന ആടാണ് ഇവിടെ. എൻ്റെ തൊഴുത്തിൽ നിൽക്കുന്ന ഏറ്റവും വലിപ്പത്തിലുള്ള ഫീമെയിലാണ് ഇവിടെ. അതായത് ഇവിടെ 90 കിലോ ഉണ്ട് ഇവളുടെ ബോഡി വെയിറ്റ്. 90 കിലോ. ഇപ്പൊ ലാസ്റ്റ് മുത്തുപോയി കാണിക്കാം. അത്രയ്ക്ക് വലുപ്പമാണ് ഇവള്. നമുക്ക് പാൽ ഉൽപാദന ശേഷിയുണ്ട്. ഇതും അതുപോലെ തന്നെ പർപ്പസരിയെ കൊണ്ട് ബ്രീഡ് ചെയ്ത ക്രോസ് വന്ന ബ്രീഡാണ് ഇവള്. ഇവർക്ക് ഇവൾക്ക് കിട്ടിയത് എനിക്ക് 3 ലിറ്റർ പാല് കിട്ടി. എന്നാൽ ഇവർക്ക് എനിക്ക് 2 ലിറ്റർ പാലേ കിട്ടിയുള്ളൂ. ഇവർക്ക് 2 ലിറ്റർ പാലേ കിട്ടുള്ളൂ. ഇവർക്ക് 3 ലിറ്റർ പാല് കിട്ടി. നല്ല ബോഡി വെയിറ്റ്, നല്ല ലുക്കാണ്. പർപ്പസരി ആടിനെ കൊണ്ട് ബീറ്റിൽ വെച്ച് ബ്രീഡ് ചെയ്താൽ നല്ല ക്വാളിറ്റിയുള്ള ആടുണ്ടാവും എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് ഈ കാണുന്നത്.
അത് കർഷകർ മനസ്സിലാക്കിയിരിക്കുക. പർപ്പസരി ഇതിന് നമ്മളിവിടെ തൂക്കി വയ്ക്കുന്നത് 450 രൂപ. ക്രോസ് ബ്രീഡ് 450 രൂപ. ഇവരെ 450 രൂപ വരയ്ക്കാണ് ഇവിടെ തൂക്കി വയ്ക്കുന്നത്. ക്രോസ് ബ്രീഡ് ക്രോസ് ബ്രീഡ് വരുന്ന ആളുകൾക്ക് അസുഖം വളരെ കുറവാണ്. പിന്നെ ആടുകൾക്കെല്ലാം തന്നെ അസുഖം ഉണ്ടാകത്തില്ലെന്ന് ചോദിച്ചാൽ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ആടുകൾക്ക് പനി ജലദോഷം കണ്ടുവരുന്നത്. അതെ, അതൊരു ടൈമാണ്. നമ്മുടെ ചേട്ടയുടെ ആട്ടിൻകൂട്ടിൽ നിൽക്കുന്ന കുട്ടികളാണ് ഈ കാണുന്നത്. അവർക്ക് ഇവിടെ ആവശ്യം പോലെ എല്ലാത്തിനുമുള്ള സൗകര്യങ്ങളുണ്ട്. ഇത് നമ്മൾ പുറത്തിറങ്ങി കണ്ട ഇത് നമ്മുടെ ബീറ്റിലായിരുന്നു. അതെ, ബീറ്റിൽ സുന്ദരിമാരാണ് ഈ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ സാധാരണ തടി കൊണ്ടുള്ള കൂടുകളാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ രണ്ട് സൈഡിലും ആവശ്യം പോലെ ആടുകൾ ഒരു രണ്ട് സൈഡിലും നടക്കാവുന്ന ഒരു രീതിയിലാണ്. ഇതുണ്ടോ, ഇങ്ങനെ ഒരു സ്പേസ് അപ്പുറത്തും ഇപ്പുറത്തും ആടുകൾ. നമുക്ക് അപ്പുറം ഒരു കൂട് കൂടിയില്ലേ ചേട്ടാ? മുട്ടന്മാരെ സ്പെഷ്യൽ തീറ്റയല്ല ഇവിടെ. മുട്ടന്മാരെ പരിപാലിക്കുമ്പോൾ ഒരു പ്രത്യേക മെത്തേഡുണ്ട് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ തീറ്റ പൊക്കി കെട്ടി കൊടുക്കും. അപ്പോൾ അവർക്ക് എപ്പോഴും ഉയർന്നു നിന്ന് തിന്നാനും അവർ തന്നെ കടിച്ചു പറിച്ച് തിന്നുന്നതുകൊണ്ട് അവർക്കൊരു ഉത്സാഹം വരും. തീറ്റയ്ക്ക് ഒരു ഉത്സാഹം വരും. ചേട്ടയുടെ തടി കൊണ്ട് നിർമ്മിച്ചേക്കുന്ന ഒരു കൂടാണ്. ഇതിന്റെ ഫ്ലോറ് തടിയാണ്. ഇതിന്റെ തീറ്റ കൊടുക്കുന്ന ഭാഗം തടിയാണ്. ആടുകൾ നിൽക്കുന്ന ഫ്ലോർ അതും തടിയാണ്. ഇത് കംപ്ലീറ്റ് തടി കൊണ്ട് മാത്രം. ഇതിന് എത്ര വർഷത്തെ ആയുസ് ഉണ്ടാവും ചേട്ടാ? ഇത് കൂട് പറഞ്ഞിട്ട് ഇപ്പോൾ 10 വർഷമായി. ആട്ടുംകൂട് നിർമ്മിക്കുന്നതിന് ഞാൻ 10 വർഷമായിട്ട് ഞാൻ പല ആൾക്കാരോടും പറഞ്ഞു കൊടുത്തിട്ടുള്ള രീതിയുണ്ട്. ആട്ടുംകൂടിന് പട്ടിക ആട് നിൽക്കുന്നതിനെ വട്ടം തിരിച്ച് വേണം പട്ടിക തറയ്ക്കാൻ. ആ പട്ടിക തറച്ചിരുന്ന ആട് നിൽക്കുന്ന ഒരു മെത്തേഡ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കോ. 1 ഇഞ്ച് അകലത്തിലാണ് പട്ടിക തറയ്ക്കുന്നത്. 1 ഇഞ്ച് അകലത്തിൽ. 1 ഇഞ്ച് അകലം എന്ന് പറയുമ്പോൾ അകലം കൂടുതലാണ്. കുട്ടികളുടെ കാല് പോയാൽ തനിയെ കാലെടുക്കും. വലിയ ആടുകളുടെ കാല് പോകത്തില്ല. ആട് നിൽക്കുന്നതാണ്ടോ? അപ്പോൾ ആടിന്റെ പട്ടികയും ആടും തങ്ങളിൽ നിൽക്കുന്നതാണോ? പട്ടിക വട്ടം നിൽക്കും ആടുകളുമായിട്ട്. അങ്ങനെ തറച്ചാൽ മാത്രമേ ആടുകളുടെ കൂടിന് കരുത്ത് കിട്ടും. അല്ലെങ്കിൽ കാല് ചാടിപ്പോകും. എഴുകുമ്പയിലാണ്. എഴുകുമ്പയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഗ്രാമവാസികളുണ്ട്. ഈ എഴുകുമ്പൽ പ്രദേശത്തെ പറ്റി പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടെ തന്നെ പറയാൻ പറ്റുന്ന പ്രദേശമാണ് എഴുകുമ്പയിൽ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എഴുകുമ്പൽ പ്രദേശവാസികൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നെ ആത്മാർത്ഥത്തോടെ നിന്ന് സഹായിക്കും. അതെ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരിൽ ഒരാളാണിത്. എന്നെ അനൂപാണ്. അനൂപിന്റെ തൊഴിൽ വണ്ടി ഓടിക്കുക, ഓട്ടോ ഓടിക്കുക. അപ്പൊ നല്ല ഉപകാരമുള്ള മനുഷ്യരാണ്. ഈ എഴുമലേക്ക് വന്ന വഴിക്ക് മുഴുവൻ ശ്രദ്ധിച്ചു. എല്ലാം നല്ല അടിപൊളി കൃഷിത്തോട്ടങ്ങളാണ്. കണ്ടു വെക്കുമെന്ന് തോന്നുന്നു. എഴുമലയെ പറ്റി ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന 2-3-4 കാര്യങ്ങൾ എടുത്ത് പറയാതിരിക്കുമ്പോൾ ഒരു കാരണവശാലും പറയാൻ പറ്റത്തില്ല. ഒന്ന്, ഏഷ്യയിൽ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ യേശുക്രിസ്തുവിന്റെ ക്രൂശിത രൂപം എഴുമലയിലാണ്. അതുപോലെ തന്നെ എല്ലാം മലയോര കർഷകർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് എഴുകുമ്പല്. ഞങ്ങളുടെ പരമ്പരാഗതമായി ഇവിടെ ചെയ്തു വരുന്ന എല്ലാവരും തന്നെ ചെയ്തു വരുന്ന കൃഷിരീതിയാണ്. ഞങ്ങളുടെ കാരണന്മാരിൽ നിന്ന് കണ്ട് പരിശീലിച്ച കൃഷിരീതികളാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞാനിവിടെ ചെയ്യുന്നത് ആട് ഫാം. എൻ്റെ ആത്മാർത്ഥ ഒരു സുഹൃത്തുണ്ടായിരുന്നു എഴുകുമ്പലില്, വേഴമ്പത്തോട് ഷാജി എന്ന് പറയും. അദ്ദേഹം മീൻ കൃഷി നല്ല ഡെവലപ്പായ രീതിയിലാണ് ചെയ്തത്. ഒരു സിനിമ കാണുന്ന പ്രതീതിയുണ്ട് അദ്ദേഹത്തിന്റെ. നമുക്ക് അദ്ദേഹത്തിന്റെ മീൻ കൃഷിയും പരിചയപ്പെടാം. ആ കൃഷിയിടത്തിൽ ചെന്നാൽ ഒന്ന് കണ്ടാൽ നമുക്ക് വളരെ കൗതുകം, കണ്ണുകൾക്ക് വലിയ ഇമ്പം തോന്നുന്ന രീതിയിലാണ് അദ്ദേഹം ചെയ്യുന്നത്. രാത്രിയിൽ വളരെ സെറ്റപ്പാണ്. അതെ, അവരുടെ സ്വിമ്മിംഗ് പൂൾ ഒരു ശരിക്കും മനസ്സൊന്ന് ഒരു റീഫ്രഷ്മെന്റ്. ഒരു മീൻകുളം കാണുന്നു, അവിടെ മീനെ പിടിക്കുന്നു, വറക്കാം. അതെ, ഒരു ടൂർ പോകുന്ന പ്രതീതി ഉണ്ടാകും ആ മീൻകുളത്തൊക്കെ ചെന്നാൽ. അപ്പം അദ്ദേഹവും എടുത്തു വരുന്ന രീതി ഒരു കൃഷി രീതി തന്നെ. അതുപോലെ തന്നെ ചെയ്തു വരുന്ന എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്, പുറയാറ്റ് അനീഷ് എന്ന് പറയും. അദ്ദേഹം ചെയ്ത 6 ഏക്കർ സ്ഥലത്താണ് ഫ്രൂട്ട്സ് ചെയ്യുന്നത്. 10 സെന്റിനകത്തോ 20 സെന്റിനകത്തോ ചെയ്തിട്ട് വലിയ പബ്ലിസിറ്റി കൊടുക്കുന്ന ആളല്ല അദ്ദേഹം. ഇതുവരെയും പബ്ലിസിറ്റി ഒന്നുമില്ല. 6 ഏക്കർ സ്ഥലത്താണ് അദ്ദേഹം ചെയ്യുന്നത്. കൃഷിക്കാരാണോ? നമ്മൾ പബ്ലിസിറ്റി കൊടുക്കും. അദ്ദേഹം ശരിയായ ഒരു കൃഷിക്കാരൻ തന്നെ. അദ്ദേഹം ചെയ്ത 6 ഏക്കർ സ്ഥലത്താണ് ഫ്രൂട്ട്സ് ചെയ്തത്. അതായത് മാംഗോസ്റ്റിൻ, റംബൂട്ടാൻ, ഓറഞ്ച്, അതുപോലുള്ള മറ്റ് വ്യത്യസ്തമായ നല്ല കൃഷി രീതി. ഇപ്പോൾ അദ്ദേഹം വീണ്ടും പോത്തിന്റെ കൃഷി തുടങ്ങിയിട്ടുണ്ട്. അതും അങ്ങനെ ചെയ്തു വരുന്നു. നേരിട്ട് ഹരിയാനയിൽ നിന്ന് നേരിട്ട് ലോഡ് കൊണ്ടുവന്ന് വിൽക്കുന്ന സംവിധാനം അദ്ദേഹം. അദ്ദേഹം എഴുമലുകാരൻ തന്നെ. അതുപോലെ തന്നെ എഴുമലിൽ പറഞ്ഞാൽ മറ്റൊരു പ്രത്യേകത ഉണ്ട്. എഴുമലിൽ മറ്റൊരു ചെറുക്കൻ്റെ പേര് ഞാൻ മറന്നുപോയി.
പേര് ഞാൻ പിന്നാലെ പരിചയപ്പെടുത്താം. ചപ്പാത്തി ഫാക്ടറി 30-ൽ പരം തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇതും എഴുകുമലുകാരൻ തന്നെയാണ്. അപ്പോൾ എപ്പിസോഡ് കിട്ടും. അപ്പോൾ എഴുകുമല് കൊണ്ട് എന്തുകൊണ്ട് ഞങ്ങൾ എഴുകുമലുകാരനായതുകൊണ്ട് എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാം. എഴുമലി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു കുരുമുളക്, അതേപോലെ തന്നെ തിരുതാളി ഏലത്തിന്റെ ഷിനോജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ അദ്ദേഹം അപ്പം എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് എഴുകുമലുകാരെല്ലാം വളരെ വ്യത്യസ്തമായ കൃഷി രീതിയാണ്. ആവർത്തന വരസതയില്ല. ഒരാൾ ഒരു ഓട്ടോറിക്ഷ എടുത്താൽ മറ്റൊരാൾ ഓട്ടോറിക്ഷ എടുക്കുന്ന രീതി അല്ല തുടരുന്നത്. ഞാനിവിടെ ആട് ഫാം ചെയ്യുന്നു, അടുത്തയാൾ മീൻ കൃഷി ചെയ്യുന്നു, ഒരാൾ ഫ്രൂട്ട്സ് തോട്ടം ചെയ്യുന്നു, അതെ, അടുത്തയാൾ ചപ്പാത്തി ഫാക്ടറി. അങ്ങനെ ഞങ്ങളെല്ലാം തന്നെ കൃഷി രീതിയാണ് ഞങ്ങൾക്കെല്ലാം തന്നെ താല്പര്യം. എഴുമല പ്രദേശം അങ്ങനെ ആയി മാറുന്നു. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ വിൽസൺ ചേട്ടന്റെ ആട് ഫാമിൽ നിന്നും സൈൻ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ വിൽസൺ ചേട്ടൻ്റെ അടുത്തുനിന്ന് ആടുകളെ വാങ്ങണമെങ്കിലും അതിന്റെ സംശയങ്ങൾ ചോദിക്കണമെങ്കിലും വിൽസൺ ചേട്ടനെ നേരിട്ട് വിളിക്കാം. ഒരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട. 10-20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. ആടിൻ്റെ വിലകളെല്ലാം പറഞ്ഞു. അതിൽ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഫ്രീ ടു കോൾ, ഡയറക്റ്റ് വിളിക്കുക, കാര്യങ്ങൾ അറിയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു നമസ്കാരം അറിയിക്കുന്നു. പ്രത്യേകിച്ച് എഴുകുമ്പയിലെ കൃഷിക്കാരെ പരിചയപ്പെടാൻ സാധിച്ചതിൽ നമുക്ക് വളരെ അഭിമാനമുണ്ട്. ഇവിടെ കുറേ വീഡിയോസ് ഇനി വരുവാനുമുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്ക് ഇവിടെ ഫാമുകളുണ്ടെന്ന് പറയുന്നത് അതെല്ലാം നമ്മൾ ഉടനെ ഷൂട്ട് ചെയ്ത് നിങ്ങളിൽ എത്തിക്കുന്നത്. അപ്പോൾ എഴുകുമ്പയിൽ വരണമെങ്കിൽ ഇവിടെ നിന്നുള്ള സ്ഥലം, ഇവിടുന്ന് കട്ടപ്പനയ്ക്ക് എത്ര കിലോമീറ്റർ ആണ്? കട്ടപ്പനയ്ക്ക് ഇവിടുന്ന് 9 കിലോമീറ്റർ. 9 കിലോമീറ്റർ. ഒരു കട്ടപ്പന നെടുങ്കണ്ടത്തുനിന്ന് കൊണ്ടൊരു ഏകദേശം ഒരു 13 കിലോമീറ്റർ. 13 കിലോമീറ്റർ. ഇതാണ് അതിൻ്റെ ഒരു ലൊക്കേഷൻ. വരാൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് വിളിച്ചിട്ട് വരിക. ക്രോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആട്ടിൻകുട്ടികളെ കൊണ്ട് വിളിച്ചിട്ട് മാത്രം വരിക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.